ടോപ്പ് ട്യൂഷന്റെ ഫിസിക്സ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ഇലക്ട്രിക് കറന്റിൽ വരുന്ന ലെറ്റസ് അസസ് സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുകളാണ്. ക്വസ്റ്റ്യൻ: which of the following device converts chemical energy into electric energy? ഇപ്പോൾ താഴെ നമുക്ക് കുറച്ച് ഡിവൈസുകൾ തന്നിട്ടുണ്ട്. ഈ ഡിവൈസുകളിൽ നിന്നും ഏതാണ് കെമിക്കൽ എനർജിയിൽ നിന്നും ഇലക്ട്രിക് എനർജിയിൽ കൺവേർട്ട് ചെയ്യുന്നത്? അപ്പോൾ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡ്രൈ സെൽ, ഡൈനാമോ, സോളർ സെൽ. അപ്പോൾ ഈ മൂന്ന് ഡിവൈസിൽ നിന്നും ഏത് ഡിവൈസാണ് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ, ഡ്രൈ സെൽ ആണ്. കാരണം ഡ്രൈ സെൽ വന്നിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ യൂസ് ചെയ്തിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇലക്ട്രിക് എനർജി ജനറേറ്റ് ചെയ്യും. ഇനി ഡൈനാമോ എടുക്കുകയാണെങ്കിൽ ഡൈനാമോ മെക്കാനിക്കൽ എനർജീനെയാണ് ഇലക്ട്രിക് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതേസമയം സോളർ സെൽ വന്നിട്ട് ലൈറ്റ് എനർജീനെ ഇലക്ട്രിക് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് എ, ഡ്രൈ സെൽ. എക്സ്പ്ലനേഷൻ: എ ഡ്രൈ സെൽ യൂസസ് എ കെമിക്കൽ റിയാക്ഷൻ ടു പ്രൊഡ്യൂസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ജനറേറ്റ് ഇലക്ട്രിക്കൽ എനർജി. എ ഡൈനാമോ converts mechanical energy into electrical energy. A solar cell converts light energy into electrical energy. Question: for current to flow from a cell in a closed circuit, the two terminals of the cell must be. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള സെല്ലിൽ നിന്നും കറന്റ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെല്ലിനകത്തുള്ള രണ്ട് ടെർമിനൽസും എങ്ങനെയായിരിക്കണം? അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് അറ്റ് ഹൈ പൊട്ടൻഷ്യൽ, ആ രണ്ട് ടെർമിനൽസും ഹൈ പൊട്ടൻഷ്യൽ ആയിരിക്കണം. ബി, ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം, ആ രണ്ട് ടെർമിനൽസിനിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. സി, അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ, ആ രണ്ട് ടെർമിനൽസിലും ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ആയിരിക്കണം. ഡി, അറ്റ് ഡിഫറെൻറ്റ് ഹൈറ്റ്സ്, രണ്ട് ടെർമിനൽസും ഡിഫറെൻറ്റ് ഹൈറ്റ്സ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്, ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലൂടെ ഇലക്ട്രിക് ചാർജസിനെ പുഷ് ചെയ്യാനുള്ള ഫോഴ്സ് ആണ്. അപ്പൊ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ സർക്യൂട്ടിലുള്ള ചാർജസിന് ഫ്ലോ ചെയ്യാൻ വേണ്ട എനർജി അവിടെ ഉണ്ടാവില്ല. ഇതുമൂലം അതിനകത്ത് കറന്റും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് ബി, ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. Explanation: a potential difference or voltage is the driving force that pushes electric charges through a circuit. Without a potential difference, there is no energy to make the charges flow, so there is no current. Question: in which of the following circuits are the ammeter and the voltmeter connected properly? താഴെ നമുക്ക് 4 സർക്യൂട്ടിന്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അമ്മീറ്ററും വോൾട്ട് മീറ്ററും പ്രോപ്പറായിട്ട് ഏതിലാണ് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ സർക്യൂട്ട് സിയിലാണ് അമ്മീറ്ററും വോൾട്ട് മീറ്ററും പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വോൾട്ട് മീറ്റർ വന്നിട്ട് അപ്ലയൻസിന്റെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അമ്മീറ്റർ വന്നിട്ട് അപ്ലയൻസിൽ നിന്നും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിനെ വോൾട്ട് മീറ്ററിന്റെയും അമ്മീറ്ററിന്റെയും പോസിറ്റീവ് ടെർമിനലിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിനെ വോൾട്ട് മീറ്ററിന്റെയും അമ്മീറ്ററിന്റെയും നെഗറ്റീവ് ടെർമിനലിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നത് സർക്യൂട്ട് സിയിലാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് മീറ്റേഴ്സും കറക്റ്റായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് സർക്യൂട്ട് സി. Voltmeter should be connected in parallel with the appliance. Ammeter should be connected in series with the appliance. Positive terminal of the cell should be connected to the positive terminal of both the voltmeter and ammeter. Negative terminal of the cell should be connected to the negative terminal of both the voltmeter and ammeter. Only circuit C shows both meters connected correctly. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: match the terms in column A with those in columns B and C. അപ്പോൾ താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് 3 കോളംസ് ഉണ്ട്, എ, ബി, സി. അപ്പോൾ എ കോളത്തിലുള്ള ഓപ്ഷന് കറക്റ്റ് ഓപ്ഷൻ ബിന്നും സിന്നും സെലക്ട് ചെയ്തെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം.
നമുക്ക് എ കോളത്തിൽ ആദ്യം വരുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ ആണ് ബി കോളത്തിൽ തന്നിരിക്കുന്നത്. അതിന്റെ യൂണിറ്റ് ആണ് സി കോളത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സെർച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കറക്റ്റ് ഇക്വേഷൻ പറയുന്നത് W/Q ആണ്. W പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ആണ്, Q പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ആണ്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. നെക്സ്റ്റ് വരുന്നത് കറന്റ് ആണ്. അപ്പോൾ കറന്റിന്റെ കറക്റ്റ് ഇക്വേഷൻ പറയുന്നത് Q/T ആണ്. ഇപ്പൊ Q പറഞ്ഞാല് ചാർജ് ആണ്, T പറഞ്ഞാല് ടൈം ഇൻ സെക്കൻഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ആണ്. പിന്നെ വരുന്നത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് V/I ആണ്. അതായത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറന്റ് ആണ്. അപ്പൊ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ഓപ്ഷൻസ് എഴുതിയിട്ടുള്ള ടേബിൾ നോക്കാം. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ W/Q, അതിൻ്റെ യൂണിറ്റ് വോൾട്ട്. കറൻറ്റിൻ്റെ ഇക്വേഷൻ Q/T, അതിൻ്റെ യൂണിറ്റ് ആംപിയർ. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ V/I, അതിൻ്റെ യൂണിറ്റ് ഓം. ക്വസ്റ്റ്യൻ: 50 joule of work is done to move an electric charge of 5 coulomb from point M to N in an electric circuit. What is the potential difference between M and N? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ M പറയുന്ന പോയിന്റിൽ നിന്നും N പറഞ്ഞ പോയിന്റിലോട്ട് 5 കൂളം ഉള്ള ഒരു ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യാനെടുത്ത വർക്ക് എന്ന് പറയുന്നത് 50 ജൂൾ ആണ്. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെയും എന്നിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ V=W/Q ആണ്. ഇപ്പൊ V പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. പിന്നെ W പറയുന്നത് വർക്ക് ഡൺ ആണ്, അത് ജൂൾസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് Q ആണ്, Q പറയുന്നത് ചാർജ് ആണ്, അതിന്റെ യൂണിറ്റ് കൂളം ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. അപ്പൊ ഇവിടെ വർക്ക് പറയുന്നത് 50 ജൂൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചാർജ് എന്ന് പറയുന്നത് 5 കൂളം തന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ V=W/Q ആണ്. അതായത് 50 ഡിവൈഡഡ് ബൈ 5. 50 പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന വർക്കും 5 പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ചാർജും ആണ്. അപ്പോൾ 50 ഡിവൈഡ് ബൈ 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ആണ് കിട്ടുക. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ വോൾട്ട്സിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ 10 വോൾട്ട് ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അതായത് എമ്മിൻ്റെയും എന്നിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണ്. ക്വസ്റ്റ്യൻ: In which of the following circuits are bulbs connected in series? അപ്പോൾ താഴെ നമുക്ക് കുറെ സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്, 4 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് സർക്യൂട്ട്സിൽ അല്ലെങ്കിൽ ഏതൊക്കെ സർക്യൂട്ട്സിലാണ് ബൾബ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സർക്യൂട്ട് ബിയും സിയും ആണ്. അപ്പോൾ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സർക്യൂട്ട് ബിയിലും സിയിലും വന്നിട്ട് ബൾബ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സീരീസ് കണക്ഷൻ എടുക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലോട്ട് സെയിം കറന്റ് വന്നിട്ട് ഓരോ ബൾബിലും ഒന്ന് കഴിഞ്ഞ് അടുത്തതായിട്ട് സിംഗിൾ പാത്തിലൂടെയാണ് ഫ്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അത് ബിയിലും സിയും പറഞ്ഞ സർക്യൂട്ട്സിലാണ് നമുക്കത് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഓപ്ഷൻ ബിയും അതുപോലെ സർക്യൂട്ട് സിയും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ച് സൈസിലുള്ള ട്യൂഷൻ ക്ലാസുകളിലൂടെ മികച്ച വിജയം നേടാൻ ഇന്ന് തന്നെ ടോപ്പ് ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ: അനലൈസ് ദ സർക്യൂട്ട് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിനെ അനലൈസ് ചെയ്തിട്ട് തന്നിരിക്കുന്ന ചോദ്യത്തിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു സർക്യൂട്ടിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് R=R1 + R2. അതായത് ആ ഒരു സർക്യൂട്ടിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത് മൊത്തം ആഡ് ചെയ്ത് വരുന്നതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് 2 റെസിസ്റ്റൻസ് ആണുള്ളത്, R1ഉം R2. അതായത് 1 ഓമും 2 ഓമും. അപ്പോൾ 1 + 2 പറയുന്നത് 3 ഓം ആണ് നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ കറന്റ് ത്രൂ ദ സർക്യൂട്ട്? ഈ സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് എത്രയാണെന്ന്.
അപ്പോൾ നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ അറിയാം, I ഈക്വൽ ടു V ബൈ ആർ. അപ്പോൾ V പറയുന്നത് വോൾട്ടേജും R പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വോൾട്ടേജ് 6 വന്നിട്ടുണ്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് 3യും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. അതായത് 6/3. അപ്പോൾ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ് ആൻസർ കിട്ടുക. അപ്പോൾ ഇതിനകത്തുള്ള കറന്റ് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. What is the potential difference across the 2 ohm resistor? 2 ohm റെസിസ്റ്ററിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ നമുക്കറിയാം I പറയുന്നത്, അതായത് കറണ്ട് എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻസിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അതുപോലെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 2 ഓം എന്നാണ്. അപ്പോൾ ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 2 ഓമിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻ പറയുന്നത് V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് കറന്റ് എത്രയെന്ന് അറിയാം, 2 ആംപിയർ ആണ്. അതുപോലെ റെസിസ്റ്റൻസ് 2 ഓം ആണ്. അതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 ആംപിയർ ഇൻറ്റു 2 ഓം. 2 ഇൻറ്റു 2 4 വോൾട്ട് ആണ് ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വാട്ട് ഈസ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ 1 ഓം റെസിസ്റ്റർ? 1 ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എത്രയാണ്? അപ്പൊ നമ്മൾ ഓൾറെഡി കറന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഒരു സർക്യൂട്ടിലുള്ള കറന്റ് പറയുന്നത് 2 ആംപിയർ ആണ്. ഈ സെയിം കറന്റ് തന്നെയാണ് 2 റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റേഴ്സ് സീരീസ് ആയി കണക്ട് ചെയ്തുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ, in an electric circuit, in which way are the fan and its regulator connected? ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എങ്ങനെയാണ് ഫാനും അതിന്റെ റെഗുലേറ്ററും കണക്ട് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫാനും അതിന്റെ റെഗുലേറ്ററും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യാറ്. അതായത് റെഗുലേറ്റർ വന്നിട്ട് ഫാനിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറന്റ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഈ കറന്റ് ഫ്ലോ വന്നിട്ട് ഫാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റെഗുലേറ്ററിലൂടെയാണ് പാസ്സാവുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു സീരീസ് കണക്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. In an electric circuit, the fan and its regulator are connected in series. The regulator controls the current flowing to the fan to adjust the speed. The current flows through the regulator before reaching the fan. Hence, a series connection is used. Question, consider the following circuits. Which voltmeter shows a reading of 10 volt? അപ്പോൾ താഴെ നമുക്ക് 4 സർക്യൂട്ട്സ് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടുകളിൽ ഏത് സർക്യൂട്ടിലാണ് 10 വോൾട്ട് റീഡിങ് വോൾട്ട്മീറ്റർ കാണിക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 4 സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ ബിയും ഡിയിലുമാണ് 10 വോൾട്ട് റീഡിങ് ഒരു വോൾട്ട്മീറ്റർ കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബി വരുന്ന സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ വോൾട്ട്മീറ്റർ 10 വോൾട്ട് ഷോ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വോൾട്ട്മീറ്റർ വന്നിട്ട് 2 റെസിസ്റ്റേഴ്സിന്റെയും അതുപോലെ തന്നെ അപ്ലൈഡ് വോൾട്ടിന്റെയും ഇടയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഡി നോക്കാം. അപ്പൊ ഡിയിലും വോൾട്ട്മീറ്റർ വന്നിട്ട് 10 വോൾട്ട് ആണ് ഷോ ചെയ്യുന്നത്. അവിടെയും കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള 20 വോൾട്ട് വന്നിട്ട് 2 10 ഓം റെസിസ്റ്റേഴ്സിന്റെ ഇടയിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The correct answer is in circuits B and D, the voltmeter shows a reading 10 volt. Explanation: B. Voltmeter shows 10 volt. Voltmeter is connected between both the resistors and applied volt. D. Voltmeter shows 10 volt. Applied 20 volt will be equally divided between two 10 ohm resistors. Subscribe to this channel for more videos like this. Question. A wire of length 50 cm has a resistance of 5 ohm. If the length is doubled by stretching, answer the given questions. ഒരു 50 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള വയറിന് 5 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ലെങ്ത് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറയുന്നത് ഇത് വെച്ചിട്ട്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഹാപ്പൻസ് ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓർ തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ? ആ ഒരു കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയയിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്? ക്രോസ് സെക്ഷൻ ഏരിയ അല്ലെങ്കിൽ തിക്നെസ്സിൽ വരുന്ന മാറ്റം എന്തായിരിക്കും എന്നാണ്. അപ്പൊ നമ്മളൊരു വയർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോളിയം എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് റിമെയിൻ ചെയ്യുന്നത്. പക്ഷെ ലെങ്ത് നമ്മൾ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വന്നിട്ട് സെയിം വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹാഫ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളത്?
അതിൻ്റെ ഹാഫ് ആയിരിക്കും നമ്മളൊരു വയറിൻ്റെ ലെങ്ത് ഡബിൾ ചെയ്താൽ കിട്ടുന്നത്. അപ്പം നമുക്കറിയാം ഒരു വയറിൻ്റെ വോളിയം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. അപ്പോൾ ഇത് നമുക്ക് ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് വോളിയം എപ്പോഴും സെയിം ആണ്, ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് മാറ്റം വരുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ വന്നിട്ട് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ ഈക്വൽ ടു വോളിയം ഡിവൈഡ് ബൈ ലെങ്ത് 1. അത് ഇതിപ്പോൾ കറന്റ് വയർ സ്ട്രെച്ച് ചെയ്യാത്ത മുമ്പുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അതുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ 1ഉം വോളിയം ഡിവൈഡ് ബൈ ലെങ്ത് 1 കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളൊരു വയർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വോളിയം എപ്പോഴും സെയിം ആയിരിക്കും, ലെങ്ത് എന്താ ചെയ്യുന്നത്, ഡബിൾ ആവുകയാണ് ചെയ്തത്. അപ്പോൾ 2 ഇൻറ്റു ലെങ്ത് 1 കൊടുത്തു. അപ്പോൾ ലെങ്ത് 2 ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി പുതിയ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാം. അതായത് വോളിയം ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഫസ്റ്റ് ലെങ്ത്. അപ്പോൾ വോളിയം ബൈ ലെങ്ത് 1 പറയുന്നത് നമ്മൾ നേരത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഹാഫ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് വരുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷണൽ ഏരിയ ഇവിടെ എന്താ ചെയ്തത്, ഹാഫ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് വയർ? അപ്പോൾ നമ്മൾ ലെങ്ത് ഡബിൾ ചെയ്ത വയറിന്റെ റെസിസ്റ്റൻസ് എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡബിൾ ചെയ്ത വയറിന്റെ പുതിയ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ഇൻറ്റു ഒറിജിനൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒറിജിനൽ റെസിസ്റ്റൻസ് പറയുന്നത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ഓം ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് വെച്ചാൽ 4 ഇൻറ്റു 5 ഈക്വൽ ടു 20 ഓം ആണ് നമ്മൾ ലെങ്ത് ഡബിൾ ചെയ്ത വയറിന്റെ റെസിസ്റ്റൻസ് എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ 4 ഇൻറ്റു ഒറിജിനൽ റെസിസ്റ്റൻസ് കിട്ടിയെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസിന്റെയും ലെങ്തിന്റെയും ഏരിയയുടെ റിലേഷൻ എന്ന് പറയുന്നത് R ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബൈ ഏരിയ ആണ്. അപ്പോൾ നമ്മുടെ വയർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് വന്നിട്ട് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. അതായത് 2 ഇൻറ്റു ലെങ്ത് വരും. അതുപോലെ ഏരിയ വന്നിട്ട് ഹാഫ് ആവുകയാണ് ചെയ്യുന്നത്. അത് ഹാഫ് ഇൻറ്റു ഏരിയ വരും. ഇത് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്താണ്. ഇനി നമുക്ക് പുതിയ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് R2 പറയുന്നത് 2 ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ ഹാഫ് ഇൻറ്റു ഏരിയ ആണ്. അതായത് R2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 2 ഇൻറ്റു ലെങ്ത് ഡിവൈഡ് ബൈ ഹാഫ് ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ 1/2 താഴെ കിടക്കുന്ന 1/2നെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് മേലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 വരും. അതായത് 4 ഇൻറ്റു ലെങ്ത് ബൈ ഏരിയ ആണ് കിട്ടുന്നത്. അപ്പോൾ ലെങ്ത് ബൈ ഏരിയ പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം, അത് നമ്മുടെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. അതായത് 4 ഇൻറ്റു ഒറിജിനൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് 4 ഇൻറ്റു ഒറിജിനൽ റെസിസ്റ്റൻസ് പറഞ്ഞ ഒരു ഇക്വേഷൻ നമുക്ക് മേലെ കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ പറയുന്നത് 4 ഇൻറ്റു 5 20 ഓം ആണ്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗ്രാഫ്സ് ഗിവൺ ബിലോ റെപ്രസെന്റ് ഓംസ് ലോ? അപ്പോൾ താഴെ നമുക്ക് കുറച്ച് ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഈ 4 ഗ്രാഫിൽ ഏത് ഗ്രാഫാണ് ഓംസ് ലോ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? അപ്പോൾ ഓംസ് ലോ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ് വന്നിട്ട് ഗ്രാഫ് സി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓംസ് ലോ പ്രകാരം V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. V പറയുന്നത് വോൾട്ടേജ്, I പറയുന്നത് കറന്റ്, R പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട ഗ്രാഫ് എന്ന് പറയുന്നത് പോസിറ്റീവ് സ്ലോപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടേണ്ടത്. അതും ഒറിജിനിലൂടെ പാസ് ചെയ്യേണ്ട ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 4 ഗ്രാഫിൽ നിന്നും സ്ട്രെയിറ്റ് ലൈനും അതും ഒറിജിനിലൂടെ പാസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ ഫിഗർ സി ആണ്. അതുകൊണ്ടാണ് ഗ്രാഫ് സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ കറക്റ്റ് ആൻസർ ഈസ് ഗ്രാഫ് സി. എക്സ്പ്ലനേഷൻ, as per Ohm's law, V equal to I into R. Voltage is inversely proportional to current. So, graph should be a straight line with a positive slope through the origin. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.